നാളെ തൊട്ട് തുടങ്ങാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ എന്തേലും. ഇതേപോലെ എത്ര ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ നാളെ വന്നോ? ഇന്നൊരു നാളെയാ, അറിയാവോ? നാളെ എന്നൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല, ഇന്ന് മാത്രമേ ഉള്ളത്. നമ്മൾ എന്തുണ്ടെങ്കിലും ഇന്ന് മുതൽ അത് തുടങ്ങുക. അപ്പൊ ഇതേപോലെ എത്ര എത്ര സ്വപ്നങ്ങളാ നാളെ തുടങ്ങാം, നാളെ ചെയ്യാം എന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഈ പഠനത്തിലുള്ള റിവിഷൻ നാളെ മുതൽ ഹിസ്റ്ററി ഒന്ന് റിവൈസ് ചെയ്യാം, അല്ലേ? ജോഗ്രഫി നാളെ തൊട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മളത് പ്ലാൻ ഇടുന്നുണ്ട്. എക്സിക്യൂട്ട് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും നാളെ തുടങ്ങാമെന്ന് പറയും, പക്ഷെ ആ നാളെ എന്നുള്ളൊരു സംഭവം വരുന്നേ ഇല്ല, ഇന്ന് മാത്രമാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുക ഓരോ കാര്യങ്ങളും, അല്ലേ? ഇനി നമ്മൾ റിവിഷൻ ഉൾപ്പെടെ ഉള്ളത്, റിവിഷൻ വേണമെന്ന് മാത്രം പറയുന്നില്ല. അതേപോലെ ഒരു ജിമ്മിൽ പോകുന്നത്, വ്യായാമം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം നമ്മൾ തുടങ്ങാനിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് കുക്കിംഗ് ഇഷ്ടം, ഇതുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുക. ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവം നാളെ തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? ഇനി നമ്മൾ മടിച്ചിരുന്നായാലും നാളെ എന്ന് പറയുന്നത് തുടങ്ങി എന്ന് വെച്ചു. ഓക്കെ, ഡേ 1 നമ്മൾ ആ വിത്ത് വിതയ്ക്കുന്നു. എന്തും ആയിക്കോട്ടെ, എന്തൊരു മിഷനും നമ്മുടെ ആയിക്കോട്ടെ. നമ്മുടെ ഈ കേസിൽ ഞാൻ നമ്മുടെ PSC പഠനവും റിവിഷനും ജോലി കിട്ടുന്നത് മാത്രമാണ് പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ 1-ാം ദിവസം പഠിച്ചു തുടങ്ങുന്നു, അല്ലേ? 2-ാം ദിവസം അടുത്ത സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുന്നു. ഇങ്ങനെ ഓരോ ദിവസവും പഠിച്ച് പൊക്കോണ്ടിരിക്കും. നമ്മൾ തീരുമാനമെടുത്തല്ലോ നാളെ തുടങ്ങാം. ആ നാളെ വന്നു, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴും അന്ന് തന്നെ അതിൻ്റെ വിളവെടുക്കാൻ നമ്മൾ ശ്രമിക്കും. അന്ന് തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പോയി കാണുകയും, അല്ലെങ്കിൽ പല എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പം, അയ്യോ എനിക്കൊന്നും ആവുന്നില്ലല്ലോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എന്നറിയോ? നമ്മൾ ഓരോ ദിവസവും തീരുമാനിച്ചു പഠിക്കാമെന്ന്. ഓരോ ദിവസവും പതിയെ പഠിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്ന വഴി തന്നെ വിളവെടുക്കാൻ ശ്രമിക്കുന്നു. ആ ദിവസത്തെ നമ്മുടെ അറിവ് വെച്ച് വിളവെടുക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസത്തെ അറിവ് വെച്ച് വിളവെടുക്കാൻ ശ്രമിക്കുന്നു. ഇത് തെറ്റല്ലേ? നമ്മുടെ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുവാണോ, ആ 1% ഇമ്പ്രൂവ്മെന്റ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. ആണോ? അതെ. ആ പൊക്കോണ്ടിരിക്കുന്ന ട്രാക്കിൽ, ആ റൂട്ടിൽ, ആ ജേർണിയിൽ നമ്മൾ ഓരോ ദിവസത്തെ നമ്മുടെ അറിവ് വെച്ച് വിളവെടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അതിലൊരു കാര്യം ഓർത്തിരിക്കുന്നത് എന്താ? ദ ഡേ യു പ്ലാന്റ് ദ സീഡ് ഈസ് നോട്ട് ദ ഡേ യു ഈറ്റ് ദ ഫ്രൂട്ട്. ആണോ? നമ്മൾ നാട്ടി, അല്ലേ? അല്ലെങ്കിൽ ഒരു ചെടി നട്ടു, അല്ലെങ്കിൽ ഒരു വിത്ത് പാകി, ആ ദിവസം തന്നെ അതിൻ്റെ വിളവെടുക്കാൻ ശ്രമിക്കുന്നതല്ല ശരിയായിട്ടുള്ള മാർഗം. നമ്മുടെ ജീവിതത്തിൽ പല 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 കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ PSC നമ്മൾ പഠനത്തിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതുപോലത്തെ ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു കാര്യം റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തിരുത്താം. ഇനി നമ്മൾ തുടങ്ങി, നമ്മൾ ഓരോ ദിവസം അപ്പാകുന്നു, പൊക്കോണ്ടിരിക്കുന്നത്, അല്ലേ? ചില ദിവസം നമ്മുടെ ഈ മോട്ടിവേഷൻ കർവ് ഭയങ്കര അപ്പാവും, ചില ദിവസം ഭയങ്കര ഡൗൺ ആവും. അപ്പൊ ഈ ദിവസത്തിൽ നമ്മൾ ഏറ്റവും ഹൈയും ഏറ്റവും ലോയുവാ. പക്ഷെ അടുത്ത ദിവസത്തെ ഹാപ്പിനെസ്, ഭയങ്കര മോട്ടിവേഷൻ കൂടിയിരിക്കുന്നത് വേറെ റേഞ്ചിലായിരിക്കും. അതിൻ്റെ അടുത്ത ദിവസം ഡൗൺ ആവുന്നതോ അതേപോലെ വേറെ റേഞ്ചിലായിരിക്കും. ഇതെന്നും ഓർത്ത് വെക്കുക. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴും, ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്ത് പൊക്കോണ്ടിരിക്കുമ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റിയും സന്തോഷവും വരും. അതേപോലെ ഭയങ്കര നിരാശയും ഡൗൺ ആവുകയും ചെയ്യും, പ്രതീക്ഷയും ഇല്ലാതാവും. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. ഈ ജേർണി നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പും ഡൗണും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ GK ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ നമ്മൾ എഴുതി വെക്കണം. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കണം, അപ്പും ഡൗണും ഉണ്ടാകുമെന്നും ഈ 2 ഫേസ് ഞാൻ കടന്നു പോകുമെന്നുള്ളത്. അപ്പൊ നമുക്ക് എത്തേണ്ടത് എന്താ? സർക്കാർ ജോലി എന്നുള്ള സ്വപ്നമാണ്. ഈ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം എത്തുന്ന സ്പോട്ട് മാത്രം മുന്നിൽ വെച്ച് നമ്മൾ പോകുക, അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന പല പ്രോസസ്സുകളിലും നമുക്ക് ജീവനില്ലാതെ പോകരുത്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ഫിസിക്കലും മെന്റൽ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലും നമ്മളെന്നുള്ള ഒരു വ്യക്തി ജീവനോടെ, അല്ലെങ്കിൽ നമ്മളെന്നുള്ള ആ ഒരാൾ തന്നെ വേണ്ടായോ? അതുകൊണ്ട് പോകുന്ന ഓരോ വഴിയും ഇമ്പ്രൂവ്മെന്റ് ആണേലും, നിരാശയാണേലും, പ്രോഗ്രസ് ആണേലും ഇഷ്ടപ്പെട്ടും ജീവിച്ചും തന്നെ പോകാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കും നാളെ ഇത്രയും പഠിക്കാനുണ്ട്, ഞാൻ എന്ത് ചെയ്യും? നാളെ ഇത്രയും പഠിക്കാനുണ്ട് നമ്മൾ വിചാരിച്ച് കടൽ പോലുള്ള സംഭവങ്ങളില്ലേ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഇതിന്റെ അപ്പുറവും തീർത്തിട്ട് നിൽക്കുന്നവരാണ്. ഇതേപോലെ പല ഫേസുകളും കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണ്. പല പ്രതിസന്ധികൾ, ഇന്ന പ്രതിസന്ധി വന്നാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജീവിതത്തിൽ, ഇന്ന സിറ്റുവേഷൻ എനിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടല്ലേ, ഇതിന്റെ അപ്പുറം വന്നപ്പോഴും നിങ്ങൾ തരണം ചെയ്തിട്ടുള്ളവരാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതേപോലെ പല പാടാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും കവർ ചെയ്തിട്ട് നിൽക്കുന്നവരാ നമ്മൾ. മുന്നിൽ ഇനി എന്ത് വരും എന്നുള്ളത് ഓർത്ത് നമ്മൾ പേടിച്ച് നിൽക്കുമ്പം നിങ്ങളുടെ പിന്നിൽ ഒരു കുന്ന് സംഭവങ്ങളുണ്ട്, നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളതും നിങ്ങൾ തരണം ചെയ്ത് വന്നിട്ടുള്ളതും. ഇപ്പൊ പഠനക്കാരൻ പഠിക്കുന്ന ഒരു രീതിയിൽ നോക്കുവാണേലേ, നമുക്ക് നാളെ ജോഗ്രഫിയുടെ വേൾഡ് ഹിസ്റ്ററി തീർക്കണം എന്ന് മാത്രം നമ്മൾ വെച്ചേക്കുവാണേ, അപ്പോൾ അയ്യോ അതെങ്ങനെ പഠിക്കും എന്നുള്ളൊരു ടെൻഷൻ വരും. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇതുപോലെ വിചാരിച്ചിട്ടുള്ള എത്ര കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററികൾ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്ത് തീർത്തവരാ നമ്മൾ. നമുക്കിതൊരു പാടുള്ള കാര്യമല്ല, അല്ലേ? ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയമാണ് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ ആ കർവില്ലേ, മോട്ടിവേഷൻ കർവ്, അതിൽ ഡൗൺ ആവുന്ന അവസ്ഥ ഇതാണെന്ന്. ഈ ഒരു സമയം വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ എഴുതി വെച്ചത്
അപ്സും ഡൗൺസും ഉണ്ടായിരിക്കും. ഇത് ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്നും ഇത് ഇഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നും നമ്മുടെ ഫിസിക്കൽ മെന്റൽ ഹെൽത്തും നമുക്ക് ആവശ്യമാണെന്ന് ഓർത്തു വെക്കണം. നമ്മൾ ഈ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇത് എപ്പോഴും ഓർക്കാറില്ല, അതിലൊരു തെറ്റുമില്ല, നമ്മൾ ഓർക്കാറില്ല, മറന്നു പോകും. നമ്മൾ GK റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം എന്നൊരു അറിവ് നമുക്കുണ്ട്. അതേപോലെ ഈ അഡ്വൈസസ് എന്നും ഓർത്ത് വെക്കണം. നമ്മുടെ ഈ ജേണിയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇതൊക്കെയാണ്. അതേപോലെ ജോലി ചെയ്ത് പഠിക്കുന്നവരില്ലേ, നിങ്ങൾ 7 മണിക്ക് എണ്ണീറ്റ് ജോലിക്ക് പോകും, അല്ലെ 7 മണിക്ക് എണ്ണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജോലിക്കൊക്കെ പോകാൻ റെഡി ആയിട്ട് പോവുക. അപ്പോൾ നമുക്ക് അവിടെ പഠിക്കാൻ സമയം കിട്ടില്ല. നമ്മുടെ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം അവിടെ നിന്ന് മാറി നിൽക്കുകയെന്ന് വെച്ചോ. ആ ഒരു സമയത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു 5 മണിക്ക് എണ്ണീറ്റിട്ട് കഷ്ടപ്പാടാ, ഓഫ് കോഴ്സ് കഷ്ടപ്പാടാ. 5 മണിക്ക് എണ്ണീറ്റിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? അപ്പം നമ്മൾ ഓരോ കാരണം, നിങ്ങൾ എന്തായാലും കഷ്ടപ്പെടുക, എന്നാൽ കുറച്ചുകൂടെ ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാം. പറ്റുമോ? അല്ലേ? ഇനി നമ്മൾ ഇന്നലത്തേതിനെ വെച്ച് നോക്കിയാൽ നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ്ഡ് ആവണം. ഇല്ലെങ്കിൽ നമുക്ക് വളർച്ചയില്ല എന്നുള്ളത് ഓർത്തോണം. കഴിഞ്ഞ വർഷത്തെ നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്തേ, ഇപ്പോഴത്തെ പോലെ സെയിം ഒരു അവസ്ഥയിലും സെയിം അറിവിലും സെയിം കാര്യത്തിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. അതിഷ്ടമാണോ നിങ്ങൾക്ക്? നമുക്ക് ഏതൊരു സിനിമ കാണുമ്പോഴായാലും ഏതൊരു സീരിയൽ കാണുമ്പോഴായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഹീറോ അല്ലെ ഹീറോയിൻ അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും പവർഫുൾ ആയി വരണമെന്ന് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഹീറോസ് ആയിട്ടെന്ന് വിചാരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷത്തേനെ വെച്ച് നോക്കി ഇപ്പോൾ കുറച്ചുകൂടെ പവർഫുൾ ആണോ? ഫിസിക്കലി, മെന്റലി, അറിവുപരമായി ഏതൊരു കാര്യത്തിലും കഴിഞ്ഞ വർഷത്തേക്കാളും ഇമ്പ്രൂവ്ഡ് ആയിരിക്കണം നമ്മളിപ്പം. ഇന്നലത്തേക്കാളും ഇമ്പ്രൂവ്ഡ് ആയിരിക്കണം നമ്മളിപ്പം. എന്താ? ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് മതി, പക്ഷെ ഡെയിലി വേണം. വേണ്ടായോ? അങ്ങനെ ഇരിക്കെ ഈ മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനന് ഭയങ്കര അഡ്വൈസസ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? കാരണം എതിർകക്ഷികളായിട്ട് നിൽക്കുന്നവരെല്ലാം അധ്യാപകരാ, അല്ലെ? പഠിപ്പിച്ചിട്ടുള്ളവരും സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ എതിരായിട്ട് നിൽക്കുന്നത്, അവരുടെ അടുത്ത് എങ്ങനെ ജയിക്കും? അപ്പൊ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 1% ചാൻസ് എങ്കിലും ജയിക്കാനുണ്ടെങ്കിൽ നീ അത് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? യുദ്ധമൊക്കെ ജയിക്കുന്നത്. അപ്പോൾ ശരി, നമുക്കൊരു കാര്യം പറയാം. ഏറ്റവും വലിയ കഴിവുള്ള ഒരാളായിരുന്നു അർജുനൻ, അല്ലെ? ഓക്കെ. അങ്ങനെ കാലങ്ങൾ പോകെ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം അർജുനന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്താണ്? കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ദ്വാരകയിൽ നിന്നും ഹസ്തനൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്ത് സംഭവിച്ചെന്നറിയാം? ഒരു കൂട്ടം കള്ളന്മാർ കൂടി വരികയും എല്ലാവരും ആക്രമിക്കുകയും ചെയ്തു. അപ്പൊ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ, അല്ലെ, ബ്രഹ്മാസ്ത്രം പോലെയുള്ള ഭയങ്കര ആയുധങ്ങൾ വരെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്ന അർജുനൻ ആ ഒരു സമയത്ത് അതൊന്നും പറ്റിയില്ല. അപ്പോഴാ കൃഷ്ണൻ പറഞ്ഞതിലെ ഒരു കാര്യം കൂടെ അർജുനൻ ഓർക്കുന്നുണ്ട്. സ്ഥിരമായി നമ്മൾ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ ഓർക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക, ഒന്നുകൂടെ പരിശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഏതൊരു വലിയൊരു കാര്യം നമ്മുടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും ഏതൊരു വലിയ കാര്യം നമ്മുടെ അടുത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞാലും അത് നഷ്ടപ്പെടും. അതുകൊണ്ട് റിവൈസ് ചെയ്ത് പോവുക. ഇത് നമുക്ക് പഠനത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ എന്ത് പഠിച്ചു അത് റിവൈസ് ചെയ്ത് പോകണം, വേണ്ടേ? ആ 1% ചാൻസ് ഉള്ളവർ കാണുന്നത് എന്തിലോ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. പിന്നെ ഏറ്റവും വലിയ കഴിവുള്ളവരായിട്ട് നമ്മൾ പറഞ്ഞവർ പോലും മറന്നു പോയിട്ടുണ്ടെന്നും ഓർത്തു വെച്ചോണം. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനവുമായി ബന്ധപ്പെട്ട് എന്താ? നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? ശരി. പിന്നെ പഠിച്ചതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെവിടാ? ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻസിലൂടെ ആണോ? പിന്നെയും നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ കുറേ തെറ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെയും അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറേ തെറ്റുകൾ വന്ന് നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇതാണ് ഗ്രോത്ത്. ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ എന്തൊരു സംഭവം ഇനി ചെയ്യുന്നതിലായാലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെപ്പറ്റി പഠിക്കുന്നു. അത് ചെയ്യാൻ നോക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുള്ളവരുന്ന് പിന്നെയും പഠിക്കുന്നു, പിന്നെയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു ഫെയിലിയർ മെത്തേഡ് എന്താ? നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെയല്ല പോകേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുക ഇനി മുതൽ, കേട്ടോ? അപ്പം നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്നതാണ് റിവിഷൻ സീരീസ് ആയിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിലവിൽ ഞാൻ കോഴ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നും ഒത്തിരിയും പേരും പെയ്ഡ് ബാച്ചസും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു എന്തായിരുന്നു ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, കേരള ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ആപ്ലിക്കേഷനിലാണ് ഇപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ്സസ് എല്ലാം നടക്കുന്നത്. അപ്പം ഇവിടെ റിവിഷൻ ബാച്ചാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്ര നാളും പഠിച്ചിട്ടുണ്ടായിരുന്നു പല അറിവുകൾ, നിങ്ങൾ പലയിടത്തുനിന്ന് യൂട്യൂബുകൾ കണ്ടായാലും റാങ്ക് ഫയൽസ് കണ്ടായാലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടായാലും നോർമലി ആയാലും കുറേ അറിവുകൾ നമുക്കുണ്ടായിരിക്കും. എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നമുക്കത് റിവൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള റിവിഷൻ ബാച്ചാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റും SIയും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിനും ഒക്കെ വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്. ഇനി നിങ്ങൾക്ക് ലൈവായിട്ട് വരാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ട്, സിലബസ് വൈസ് എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അറിവുകളെല്ലാം ആയി. ഇനി അത് പ്രാക്ടീസ് ചെയ്യണ്ടേ? അതിനു വേണ്ടിയാണ് ഈ റിവിഷൻ സീരീസ് ഇപ്പോൾ തുടങ്ങുന്നത്. 17-ാം തീയതി മുതൽ ഈ റിവിഷൻ സീരീസ് തുടങ്ങി. എങ്ങനെയാണ് ഇത് എൻറോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതിയേ. ഇത് താല്പര്യമുള്ളവർക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കോഴ്സസ് എവിടെയാണ്, ക്ലാസ്സസ് എവിടെയാണ്, അതുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്.
അപ്പം എന്താ മെയിനായിട്ട് ഇവിടെ വരുന്നത്? റിവിഷനാണ് മെയിനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുക, ഓരോ ടോപ്പിക് ബേസ് റിവൈസ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഇതേപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ 10th മെയിൻസ് ലെവലിന് വേണ്ടിയുള്ള റിവിഷൻ ബാച്ചസും ഇപ്പം നടക്കുന്നുണ്ട്. ഇതും ലൈവ് ക്ലാസ്സസ് ആണുള്ളത്. ഞാൻ അതിൻ്റെ അകത്ത് ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും IT ആൻഡ് സൈബർ ലോയും അതേപോലെ മറ്റ് അധ്യാപകരും GKയും ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷ് പിന്നെ GK സബ്ജക്ട്സ് മാത്സും ഒക്കെ ആയിട്ട് എല്ലാ അധ്യാപകരും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ടോപ്പിക്സിലും ഓരോ ആൾക്കാരും റിവൈസ് ചെയ്താൽ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നിലവിൽ ഏറ്റവും ഓഫറുള്ള സമയം ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ 16-ാം തീയതി വരെ ഈ ഒരു പ്രൈസ് അല്ല, 1500 റേഞ്ചിലാണ് വരുന്നത്. ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്തിലെ ഓഫർ വേറെ ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫർ ഏതാ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ 17-ാം തീയതി മുതൽ ഈ ബാച്ച് ലൈവ് സ്റ്റാർട്ട് ചെയ്യും. റിവിഷൻ ബാച്ച് എന്ന് പറയും. റിവിഷൻ ബാച്ചിൽ ആദ്യം ഞാൻ തുടങ്ങുന്നത് IT ആൻഡ് സൈബർ ലോ എന്ന്. അത് കഴിയുമ്പോഴത്തേക്കും ഹിസ്റ്ററി, പിന്നെ അത് കഴിയുമ്പോൾ ജോഗ്രഫി, എക്കണോമിക്സ്, ഇങ്ങനെ പോകും. അപ്പോൾ ഓരോ ടോപ്പിക്സ് 2-3 ടോപ്പിക്സ് ഒരൊറ്റ ദിവസം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ MCQസും ആയിട്ട് പോൾ ഇട്ട് പഠിക്കാൻ പറ്റും നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ. അതേപോലെ കുറേ ടെസ്റ്റ് സീരീസസ് ഉണ്ട്, ക്യൂസസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എന്നെ അറിയാമല്ലോ, ഞാൻ ഇംതിയാസ് ഖാൻ. ഞാൻ ഇതിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും IT സൈബർ ലോയുമാണ് ചെയ്യുന്നത്. രാജേഷ് സാർ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സും ഹിസ്റ്ററിയും ആർട്സും സ്പോർട്സും. അനുപമ മിസ് ആണെങ്കിൽ സയൻസും കറണ്ട് അഫയേഴ്സും എടുത്തു തരും. നിഷ മിസ് ആണെങ്കിൽ മലയാളം, ആർട്സ്, ലിറ്ററേച്ചറും എടുക്കും. സതീഷ് സാറാണ് മാത്സും റീസണിങ്ങും. നൗഫൽ സാറാണെങ്കിൽ ഇംഗ്ലീഷും. ഇങ്ങനെ ഓരോ അധ്യാപകർ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കവർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ PDFകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ ക്ലാസ്സസ് നമ്മുടെ ഫാൽക്കൺ PSCയിൽ അല്ലാതെ ക്ലാസ്സസ് ലൈവായിട്ട് നടക്കുന്നത് ഈ കേരള ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചാനലാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അവിടെ ലൈവ് ക്ലാസ്സസിന് വേണ്ടി കേരള ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈവിലെത്തുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ PSCക്ക് മാത്രമല്ല എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. ഇങ്ങനത്തെ വീഡിയോസിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.